ചെറുപ്പത്തിൽ നിങ്ങൾ ദൂരദർശനുള്ള സമയത്ത് നിങ്ങൾ മഹാഭാരതം കണ്ടിട്ടുണ്ടോ? സീരിയല് ദൂരദർശനം ഉണ്ടായിരുന്ന സമയം മറ്റേ ആന്റിനെ തിരിച്ചിട്ട് ഇങ്ങനെ ഇത് കിട്ടാതെ ഒരു ആന്റിനെ ഇങ്ങനെ തിരിക്കും, ഗ്രെയിൻസ് വരും. ഈ പുള്ളങ്ങൾക്കൊക്കെ വല്ലതുകൊണ്ട് ഉമ്മാർക്ക് വെറുതെ മൊബൈലിൽ കയറുന്നു, ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്യുന്നു, കാണുന്നു. എടാ ആന്റിനെ മാവിൻ്റെ മുകളിൽ കയറി ആന്റിനെ തിരിച്ചു വെച്ചിട്ട് തിരിച്ചു വന്ന് പ്രേം നസീറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു കാലം. ഈ കുട്ടികൾക്ക് ഓരോ ഓർമ്മയില്ല. ഇവര് സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ടിട്ടില്ല. ഇതൊരു വലിയ അപകടമാണെന്ന് നോക്കിക്കോളി. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴി കണ്ടിട്ടില്ല. ഈ കുട്ടികൾ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലേറ്റ് പറിച്ചത് കണ്ടിട്ടില്ല. ഈ കുട്ടികൾ സ്കൂളിൽ ടീച്ചറിനെ അടിയും കൊണ്ടിട്ടില്ല. ഈ കുട്ടികൾ വെറും ഇറച്ചിക്കോഴികളെ മാതിരി വളർത്തുന്ന കുട്ടികളാണ്. ഞാൻ വെറുതെ പറയണല്ലോ, എന്തുകൊണ്ടെന്ന് അറിയോ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യും. 10ാം ക്ലാസ്സിൽ ഇല്ല, ആത്മഹത്യ ചെയ്തു. മൊബൈൽ ചോദിച്ചിട്ട് വാപ്പ കൊടുത്തില്ല, ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഇവര് ജീവിതത്തിൽ പ്രതിരോധിക്കാൻ പഠിച്ചിട്ടില്ലെന്നേ. നമ്മൾ പണ്ട് കാലത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് കണ്ടത്തിൽ പോയി വയലിൽ പോയിട്ട് കളിക്കും, ഉള്ളത് വെച്ചിട്ട്. ആ വയലിൽ വെച്ച് നമ്മൾ കളിച്ചിട്ട് ആദ്യത്തെ കളി തോക്കുമ്പോൾ നമ്മളെ കളിയാക്കും. നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് പറയും അടുത്തതിന് കാണാടാന്ന്. തോക്കൂല നമ്മള്. അടുത്തതിനെല്ലാം കൂടെ കളി തിരിച്ചു പിടിക്കാൻ കള്ളക്കളിയും കള്ളക്കണക്കും പറഞ്ഞ് എങ്ങനെയും ഒക്കെ ആടിയും പിടിയും തള്ളലും ചെളിയൊക്കെ ആയിട്ട് അത് ജയിക്കും. അപ്പൊ മറ്റവന് വാശിയായി. അപ്പൊ പറഞ്ഞു, അപ്പൊ അവരും വാങ്ങി വിളിക്കാൻ സമയം 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പറയും 4 ഓവർ ഒരു കളിയും കൂടെ. ഇത് ജയിച്ചാല് ആ 4 ഓവർ ഒരു മരണക്കളിയാ. എങ്ങനെയും ജയിക്കാനുള്ള കളി അതിലൊരുത്തം നോക്കും. അപ്പോഴും നമ്മള് തലകുനിച്ച് പോകുമ്പോ പറയും നാളെ കാണാം. നമ്മൾ പരാജയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇവർക്ക് കളിയിടങ്ങളില്ല. ഇവര് രാത്രിയിൽ ഡാർക്ക് റൂമിൽ കയറി ഇരുന്നിട്ട് ഇവരുടെ നഖത്തിന്റെ 4-1 വലിപ്പമില്ലാത്തൊരു ചിപ്പിൽ കളിച്ചിട്ട് തോറ്റുപോയാൽ ഇവർ ആത്മഹത്യ ചെയ്യും. കാരണം ഇവര് ജീവിതം പഠിച്ചിട്ടില്ല. ഇവര് മണ്ണിനെ മണ പറഞ്ഞിട്ടില്ല. ഇവര് ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവര് വാപ്പാടെ ജീവിതം കണ്ടിട്ടില്ല. നമ്മൾ വാപ്പാടെ ജീവിതം കണ്ടിട്ടുണ്ട്. വാപ്പ വയലിൽ പോയിട്ട് സന്ധ്യയാകുമ്പോ മണ്ണ്, ആ വാപ്പാടെ അധ്വാനത്തിന്റെ മണ്ണുള്ള തോർത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തോർത്തുമായിട്ട് വന്ന വാപ്പാക്ക് വെള്ളം ചൂടുകൊണ്ട് താഴെ കൊതുമ്പും കോഞ്ഞാട്ടയും ചിരട്ടയും വെച്ച് ഉമ്മ ഊതി വാപ്പാക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ട് ഉമ്മ കിണറിന്റെ കരയിൽ വാപ്പ വരുന്നത് കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഹീറ്റർ ഇടാൻ പറഞ്ഞാൽ പറയും നിങ്ങളുടെ അടിമയാവാനല്ല എന്റെ വാപ്പാനെ പറഞ്ഞിട്ട്. വാപ്പാടെ കഷ്ടപ്പാട് ഈ വാപ്പായും ഉമ്മായും ജീവിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതം അറിയാം. ഈ കുട്ടികളെ മുഴുവനും നമ്മൾ ഈ ചെറിയ www.com വളർത്തുന്ന കുട്ടികൾ ജീവിതത്തിൽ തളർന്നു പോകും. കാരണം ഇവര് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, ഇവര് ജീവിതം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം വല്ലാത്തൊരു കാലമായിരുന്നു. ആ ഒരു വല്ലാത്ത കാലം, ആ കാലം അറിയുന്ന കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവില്ല. അള്ളാഹു നമുക്ക് ജീവിതം പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ കാലത്ത് മഹാഭാരത സീരിയൽ കാണും ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്രിസ്ത്യാനി തറവാടുണ്ട്. ഓലിക്കലെ കൊച്ചമ്മയുടെ വീട്ടിൽ നമ്മൾ പോകും. നമ്മളാണെങ്കിലോ രാവിലെ വയലിൽ പോയി കിടന്ന് ടയറും ഇതെല്ലാം ഓടി നമ്മൾ ഒരു സൈക്കിൾ ടയർ ഇങ്ങനെ അടിച്ചടിച്ച് പോയി കൊച്ചമ്മയുടെ വീട്ടിലോട്ട് വേണം സൈക്കിൾ കയറി അടിച്ചിട്ടാണ്. ആ പോണ വഴിക്ക് ഇങ്ങനെ അടിച്ചടിച്ച് അവസാനം വരണ ഈ പോഷകാഹാരം ഉണ്ടല്ലോ, അത് നമ്മൾ ആ വരുന്ന പോഷകാഹാരം ഇങ്ങനെ തൂത്തിട്ട് നമ്മൾ അവിടെ അത് ഈ നിക്കറിലൊക്കെ കാണും, ചെറിയ പാൻറ്റിലും ഒക്കെ. പോയിട്ട് ചോദിക്കും കൊച്ചമ്മ TV ഒന്ന് ഇട്ട് തരുമോ? അന്ന് കാഞ്ഞാറ് ഒരു സ്ഥലത്തെ TV ഉള്ളൂ. ആ TV അവിടുത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കുടുംബമായിരുന്ന കൊച്ചമ്മയുടെ വീട്ടിലാണ്. അവിടെ പോയി ഞങ്ങളിരിക്കുമ്പോൾ അവർ വലിയ സമ്പന്ന കുടുംബമാണ്. എന്നാൽ പോലും ഞങ്ങളൊരു 10-15 മുസ്ലിം കുട്ടികളുണ്ടാവും, ഹിന്ദു കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവര് സന്തോഷത്തോടെ അവരെ സ്വീകരണ മുറി തുറന്ന് ആ സെറ്റിയുടെ മൂലയിൽ ഞങ്ങൾക്ക് TV ഇട്ട് തരും. ഞങ്ങൾ അവിടെ പോയിരുന്ന് മഹാഭാരതം കാണും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? സോഷ്യൽ മീഡിയയിൽ വർഗീയതയും ജാതിയും മാത്രം കേൾക്കുന്ന നിങ്ങൾക്ക് ഇതുവല്ല മനസ്സിലാവൂ? ആ ഓർമ്മകളൊക്കെ ഇന്നും മനസ്സിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർഗീയത പറയാൻ പറ്റാത്തത്. മരിക്കുന്നവരെ ഒരു മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ വിഭജിക്കാൻ കഴിയാത്തത് ഈ ഓർമ്മകൾ നെഞ്ചകത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പെരുന്നാളിന്റെ തലേന്ന് വീട്ടിൽ പത്തിരിയും തേങ്ങാച്ചോറും ഉണ്ടാക്കാൻ തേങ്ങയില്ല. ഒരിക്കലെ കൊച്ചമ്മയുടെ വീട്ടിൽ പോയിട്ട് പറയും, കൊച്ചമ്മ 2 തേങ്ങ തരുമോ? ഒരു 10 ഏക്കർ സ്ഥലത്തിന് നടുക്കാൻ. ആ ക്രിസ്ത്യാനി കൊച്ചമ്മയുടെ വീട്ടിലെ തേങ്ങ കൊണ്ടുവന്ന് അരഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പെരുന്നാളിന് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത്. നമുക്കങ്ങനെ വർഗീയത പറയാൻ പറ്റുക?
ഞാൻ പറഞ്ഞാൽ അതിലേക്ക് ഒത്തിരി മുകളിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യേശു ഈശ്വരൻ അല്ലാ ഇത്യാദി വിളിയെല്ലാം ഏകനാമൊരുവന്റെ തൃച്ചെവികളിലത്രേ. അവനവന്റെ തൗഹീദിനെ സൂക്ഷിക്കുകയും അവനവന്റെ ദീനിനെ സൂക്ഷിക്കുകയും മനുഷ്യരോട് സൗഹാർദ്ദത്തോടെ പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ദീൻ. അവനവന്റെ ആദർശത്തെ സൂക്ഷിക്കുക, എന്നിട്ട് എല്ലാവരും മനുഷ്യരായി കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാഭാരതത്തിൽ ഒരു രംഗമുണ്ട്, അത് പറയാനാ പറഞ്ഞത്. സമയായ ആ സമയത്ത് അതിനകത്തുണ്ട് ഈ പാണ്ഡവരുടെ കൊട്ടാരത്തിലേക്ക് കൗരവര് വരും. ദുര്യോധനും ദുശാസനും. ലോകത്തിലെ ഏറ്റവും ഗതികെട്ട പിതാവാണ് ധൃതരാഷ്ട്രർ. കാരണം 101 മക്കൾക്കും ദൂ ചേർത്ത പേരിട്ടത്. ദുസ്വഭാവം ദുര്യോധനൻ, ദുശാസനൻ, ദുശാസനൻ, അങ്ങനെ പേരിട്ട ആളാണ് ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രരുടെ മക്കളാണ് കൗരവര്. പഞ്ചപാണ്ഡവര് 5 പേര്. അതിൽ കർണനും കൂടിയുണ്ട്. കർണ സൂര്യപുത്രനാണ്, പക്ഷെ സൂതപുത്രനായിട്ടാണ് ജീവിക്കേണ്ടി വന്നത്. വെള്ളം കുടിക്കാനാണ്, ബക്കറ്റ് എടുക്കാൻ. അപ്പൊ ഈ പാണ്ഡവരുണ്ടാക്കിയ കൊട്ടാരത്തിലേക്ക് കൗരവര് വരികയാണ്. ആ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ ഒരു തടാക ഇങ്ങനെ ഒഴുകുന്നു. ഇവിടെ എന്നെ നോക്കി എന്റെ പൊന്നു മനുഷ്യന്മാരെ, തടാക ഇങ്ങനെ ഒഴുകുന്നു. അപ്പൊ കൗരവരെന്ത് ചെയ്തു? ആ തടാകത്തിലെ വെള്ളത്തിൽ മുണ്ട് തന്നെയായിരിക്കും, മുണ്ടിങ്ങനെ പൊക്കി. അപ്പൊ ശ്രീകൃഷ്ണൻ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഇത് തടാകമല്ല, മുകളില് ഗ്ലാസ് സ്ഫടികമുണ്ട്, താഴെ വെള്ളമാണ്, അതുകൊണ്ട് മുണ്ട് പൊക്കണ്ട, നടന്നു വന്നോളാൻ പറഞ്ഞു. فلما رأته حسبته لجة وكشفت عن ساقيها قال إنه سرد ممرد من قوارير. മഹാനായ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെ ബൽക്കീസ് രാജ്യ സന്ദർശനത്തിന് വരുമ്പോ വകശഫത് അൻ സാഖൈഹാ, കാലിന്റെ ഭാഗത്തുനിന്ന് വസ്ത്രാഞ്ചലം ഇങ്ങനെ ഉയർത്തുമ്പോ മഹാനായ സുലൈമാൻ നബി പറയുന്നുണ്ട്, ബൽക്കീസേ ഖാല ഇന്നഹു സർഹും മുമറദും മിൻ ഖവാരീർ. അത് അവിടെ കിടക്കുന്നത് തടാകമല്ല, അതിന്റെ മുകളിൽ സ്ഫടികമാണ്. എന്തിച്ചിട്ടുണ്ടോ ഇതേവരെ? എന്റെ ഗ്രന്ഥത്തിൽ ഞാൻ പറയാത്തതൊന്നുമില്ല. ഏതും നിങ്ങൾക്ക് പറയാം, ഏതും നിങ്ങൾക്ക് കാണാം. ഇനി ഭക്ഷണം ഏത് കഴിക്കണം? വെജാണോ നോൺ വെജാണോ നല്ലത്? നല്ലതാ, നല്ല ഭക്ഷണം ഏതാ? നോൺ വെജാണെന്നാണ് മുസമ്മിൽ വരിയുടെ അഭിപ്രായം. മുസമ്മിൽ ഉസ്താദ് പറയുന്ന ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജാണ്. എന്താണെന്നറിയാവോ? വെജാന്നെങ്ങാനും പറഞ്ഞാൽ നാളെ പോലെ ഇവിടുന്ന് മറ്റേ പാത്രത്തിൽ അതേ കിട്ടും. നോൺ വെജാണ്. ഇനി വെജാണ് ഏറ്റവും ഹൈറെന്ന് പറഞ്ഞാൽ പണ്ട് വലിയാരും അത് പറഞ്ഞാലേക്കും പാവപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയത്താഴത്തിന് നോമ്പ് തുറക്കാനും നോമ്പ് മുറിക്കാനും ഒരൊറ്റക്കാരൊക്കെയാണ് സഹോദര കഴിച്ചത്. പിറ്റേ ദിവസം ഉസ്താദിന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകും. പാത്രത്തിൽ ട്രെയിനിന് ഇത്രയും കമ്പാർട്ട്മെന്റ് കാണില്ല, അത്രയും കാണാം പാത്രം. ആ പാത്രം കൊണ്ടുവന്ന് നോക്കുമ്പോ ആദ്യത്തെ തട്ടിലൊന്നുമില്ല, രണ്ടാമത്തെ തട്ടിലില്ല, ആഖിറ് തട്ടിലില്ല, 2 കാരക്ക. താത്ത പണി വെട്ടിച്ച്. നബി ഞങ്ങൾ അതാണെങ്കിൽ ഉസ്താദിനും അതല്ലേ ഇഷ്ടം. അന്ന് ഉസ്താദ് തിരുത്തി പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. അല്ലാഹുവിന്റെ റസൂലെന്ന് ഒരു കാരക്ക കൊണ്ട് നോമ്പ് മുറിച്ചെങ്കിൽ നിങ്ങൾ അറിയണം, അന്നത്തെ കാരക്കൊക്കെ ഒരു കൂടച്ചക്കയുടെ വലിപ്പം ഉണ്ടായിരുന്നു എന്നതുപോലെ ഇതിപ്പോ വെജാന്ന് പറഞ്ഞാൽ നാളെ കുടുങ്ങി. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഫുഡ് ഏതാ? നോൺ വെജ്. പക്ഷെ ഡോക്ടർമാർ പറയണ എന്താ? വെജ് കഴിക്കണം, നോൺ വെജ് പാടില്ല. നോൺ വെജ് പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? നോൺ വെജാണ്. ബനു ഇസ്രായേൽ മൂസാ നബിയോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മണ്ണും സൽവയും കൊടുത്തു. അത് കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനുമായിരുന്നു. ഇറച്ചി കട്ടിത്തേനില് എന്തോ മനുഷ്യന്മാരെ ഇറച്ചി നിങ്ങളുടെ ഇരിപ്പ് വേണ്ട, എല്ലാവരും ചൊരക്കേടെ വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നത്.
കാടപ്പക്ഷിയുടെ ഇറച്ചി കട്ടിത്തേലിൽ മുക്കി തിന്നണം. അൽഫാം മയോണൈസില്, ഷവായി. നമ്മുടെ ഹോട്ടലിലെ ഒരു മെനു ഉണ്ടല്ലോ, ചിക്കൻ അൽഫാം, ചിക്കൻ മധുബൂത്ത്, ചിക്കൻ മജ്ബൂസ്, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിദി, ചിക്കൻ ഖിയാമും ബിൻ നഫ്സ്, ഇങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ. അതിനകത്തൊന്നാണ് ഷവായി അല്ലേ? ഷവായി എന്ന് പറഞ്ഞാൽ കോടിയെ തൊലി ഉരിച്ചിട്ട് ആ തൊലിയിലേക്ക് തീയെടുത്തിട്ട് പൊള്ളിക്കുന്നതാണ് ഷവായി അല്ലേ? നസ്സാഅതൻ ലിശ്ശവാ തദൂമൻ അദ്ബറ വതവല്ലാ. നസ്സാഅതൻ ലിശ്ശവാ, നാളെ നരകവാസികളുടെ അദാബിനെ പറയുമ്പോ പടച്ചവൻ പറയുന്ന, ഖുർആൻ പറയുന്ന പേരാണ് ഷവായി. നസ്സാഅതൻ ലിശ്ശവാ, തൊലി ഇങ്ങനെ ഉരിച്ചിട്ട് തീരെ നിന്നെ ചുട്ടെടുക്കും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അവർക്ക് കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനും ഇറക്കി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾക്കിത് വേണ്ട. ഞങ്ങൾക്ക് പയറ്, ഉള്ളി, സവാള, അങ്ങനെ ഞങ്ങൾക്ക് വെജ് മതി, നോൺ വെജ് വേണ്ട. അപ്പൊ മൂസാ നബിയുടെ ഒരു ചോദ്യമുണ്ട്, ബനു ഇസ്രായീലേ, ഏറ്റവും മുന്തിയ ഭക്ഷണം എന്നിട്ട് ഏറ്റവും താഴ്ന്നത് ചോദിക്കുകയാണോ? മുന്തിയതാ നോൺ വെജ്. ഖുർആൻ നോൺ വെജ് നന്നായിട്ട് കഴിച്ചോ? എന്തുകൊണ്ട് നമ്മളോട് വെജ് കഴിക്കാൻ പറ്റുന്നറിയോ? പഴയ നല്ല നാടൻ കോഴിയുടെ ഇറച്ചിന്ന് ഉപ്പുപാക്കത ഇപ്പോഴും 2 മണിക്കൂർ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഈ ബ്രോയിലർ കോഴിയെ തിന്നിട്ടാണ് നമുക്ക് രോഗം. നല്ല നാടൻ കോഴിയെ തിന്ന് അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? 60-70 വയസ്സിൽ അവർ കളിക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്ലോക്ക് കോഴിയെ തിന്ന് 40 വയസ്സാകുമ്പോൾ കാളവണ്ടി അഴിച്ചിട്ട് മാറി എവിടെയും കിടക്കും, ചക്രം അവിടെ. അപ്പൊ ഏറ്റവും നല്ല ഫുഡ് ഏതാ? നോൺ വെജാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ എല്ലാം നമ്മളെ പറയുന്ന കൂടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഇനി നിന്റെ വീട് എവിടെയാണ്? ഇനി നിന്നെ കാണാം, നിന്റെ വീട് കാണണോ? നിന്റെ വീട് കാണണോ? നമ്മുടെ വീട് കാണണോ? നമ്മളെ മാത്രമല്ല, നമ്മുടെ വീടതിനുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഒരു സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. സുബ്ഹാന ജല്ല ജലാലു. 10:45 2 മണിക്കൂർ കഴിഞ്ഞ് അറിഞ്ഞില്ല. ഇതെന്താ കുടിവെള്ളം തന്നെ ബക്കറ്റ്? നമ്മുടെ വഅലിന് മുഅക്കദായ സുന്നത്താണ് ബക്കറ്റ് പിരിവെന്ന് പറയുന്നത്. വലിയ പിരിവൊന്നുമില്ല, എന്നാൽ ജമാഅത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചോളം വലിയ സാമ്പത്തിക ചെലവ് ഇതിനുണ്ട്. എല്ലാവരും നമ്മുടെ കമ്മിറ്റിയോട് അകമടിഞ്ഞ് സഹായിക്കണം. ഒരു ബക്കറ്റുമായിട്ട് സംഘാടകർ വരണുണ്ട്. എല്ലാവരും ഒരു നല്ല സദക്ക ഇൻഷാ അല്ലാഹ് ഇടൂലേ? എല്ലാവരും ഒരു നല്ല സദക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം ഖത്തീബ് ഉസ്താദിനെ ഉദ്ഘാടനം ഖത്തീബ് ഉസ്താദിനെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം. കണ്ടക്ടറിന് ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കും. എഴുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്ത് ഫാത്തിമ ദിദിയോരേ, മുത്തിനെ മണവളനലിയോരേ, ഹസനും ഹുസൈനും റളിയല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബഖറ. ഒരു സൂറത്തിന് പേര് വെച്ചത് പോലും വെറുതെ അല്ല. ആണോ?
ഇത് വെറുതെ വെച്ചതല്ല. എല്ലാ സൂറത്തുകൾക്കും പേര് വെക്കാൻ കാരണമുണ്ട്. അത് പറയാനുള്ള സമയം നമുക്കില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്താണ്, സൂറത്തുൽ അൻകബൂത്ത്. സൂറത്തുൽ പോളിംഗ് ബൂത്ത് അല്ല, അതിനൊക്കെ വിട്ടാരാ പോയി. സൂറത്തുൽ അൻകബൂത്ത്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ചെലന്തി. അങ്കബൂത്തിന്റെ അർത്ഥം ഇനി അകത്ത് വെളിയിൽ നിൽക്കണവരൊക്കെ കയറിക്കൊള്ളുക. നമ്മൾ ദുആയിലോട്ട് ഇനി പെട്ടെന്ന് നിർത്താൻ. അതിന്റെ പേരാണ് അൻകബൂത്ത്. ആ ഖുർആൻ പറയാത്തതൊന്നുമില്ല. ചെലന്തി. ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, മതലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമതലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ. അല്ലാഹുവല്ലാത്തവരെ ജീവിതത്തിൽ ആശ്രയമായി കാണുന്നവരുടെ ഉപമ കമതലിൽ അൻകബൂത്തി, അത് ചെലന്തിയെ പോലെയാണ്. എന്താ ചെലന്തിയുടെ പ്രത്യേകത? ഇത്തഖദതു ബൈതാ. ആ ചെലന്തി ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനേ മുഅ്മിനത്തേ, ഈ ഖുർആനിൽ യുൻദിറമൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് വരാൻ വന്നതാണ്. ഇന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ആരുടെ വീടാ? എന്തുകൊണ്ട്? ഇതൊന്നും വളരെ ദുർബലമാണ്. എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം, ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ശരീരത്തിൽ നിന്ന് ഉദ്ഗമിക്കുന്ന പശ കൊണ്ട് ഒരു മനോഹരമായ ചായവും ചമൽക്കാരവും ചേർത്ത ഒരു കാഴ്ച പോലെ നയനമനോഹരമായ വീടുണ്ടാക്കുന്ന ഒരു ചെലന്തി, അതിന്റെ നൂലിഴകളുടെ ഇടയിലുള്ള അകലം പോലെ സമീകൃത അകലമാണ്. ഒരു ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന വീതം അതിന്റെ ഇഴകളുടെ ഇടയിൽ സ്കെയിൽ വെച്ച് നോക്കിയാൽ ഒരേ അകലമാണ്. അത്ര ആ വീട് കാണാൻ എന്ത് മനോഹരമാണ് വെളിയിൽ നിന്ന് നോക്കിയാല്. എന്നാൽ കാറ്റൊന്നടിച്ചാൽ, വിരളൊന്ന് തൊട്ടാൽ ആ വെളിയിൽ നിന്ന് മനോഹരമായി തോന്നുന്ന വീട് പൊട്ടിപ്പോവും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണ്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞെന്നാണ് നമ്മൾ കരുതിയത്. അല്ല, അതുകൊണ്ടല്ല. ശ്രദ്ധിച്ചേക്കണേ, ഞാൻ വളർത്താൻ. അതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട്? ആ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, ഇത്തഖദതു ബൈതാ, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഒരുവരെ കേൾക്കണേ, ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ ആൺചലന്തി. അതിനകത്തൊരു താവ് ചേർത്താൽ ഇത്തഖദത്ത്. അത് അറബി ഭാഷയുടെ പ്രത്യേകത. ഇത്തഖദത്ത് ബൈത, ഇത്തഖദ ബൈത. നമ്മളോട് ഞാൻ ഓതുമ്പോ ഒരു വാവല്ലേ പോയുള്ളൂ, പാടില്ല. ഫക്കാലഹ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞു. ഫാ പറയേണ്ട അടുത്ത് വാവ് പറഞ്ഞു. അർത്ഥം മാറി അല്ലേ? വലിയ മുദരിസാണ്, നമ്മളൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓതി, ഇപ്പം വായായി പോയി, അർത്ഥം മാറി. കാരണം ഫായിന് വേറെ അർത്ഥമാണ്. ഉടനെ പറഞ്ഞു വാ പറഞ്ഞ വേറെയാണ്, അത് വേറെ നെഹുവാണ്. എന്റെ പൊന്ന് സഹോദരൻ, ഇവിടെ ഇത്തഖദത്തു ബൈത, ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ ആൺചലന്തിയാണ്. ഫായില് മുഅന്നസായാൽ ഫീലില് താ ചേർക്കണം, അങ്ങനല്ലേ? അവിടെ കുറെ ഓതി ഉസ്താദ്മാരൊക്കെ ഉണ്ട്. എന്നാണ് ഇത്തഖദത്തു ബൈത, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ആ ആൺചലന്തി വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. ഉണ്ടാക്കണതാരാ? പെൺചലന്തി. പൈസ വെളിയിൽ നിന്ന് കൊടുക്കുന്നവരാ? ഭർത്താവ് ആൺചലന്തി. അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണാരാ? ആൺചലന്തി. നാട്ടിൽ ഉണ്ടാക്കണാരാ? ഇത് ഏത് ഗ്രന്ഥം പറയോടോ? ഇങ്ങനെ എടോന്നല്ലാട്ട, എങ്ങനെ പറയാ ബീവിങ്ങളെ? എങ്ങനെ പറയും? അവസാനം വീട് പൂർത്തിയായി കഴിഞ്ഞാൽ
പെൺചരന്തി ആൺചരന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചരന്തിയും മക്കളും കൂടി ജീവിക്കാൻ തുടങ്ങും. കുറെ കഴിയുമ്പോൾ മക്കൾ അമ്മയെ കൊല്ലും. എന്നിട്ട് ഈ മക്കളും മരുമക്കളും കൂടി ജീവിക്കും. പിന്നെ കഴിയുമ്പോൾ ഈ മരുമക്കൾ പെണ്ണുങ്ങൾ ഭർത്താവിനെ കൊല്ലും. അത് ഏത് ചരന്തി വല നോക്കിയാലും അതിനകത്തൊരു ചരന്തി ചത്ത് കിടക്കണ കാണാം. പാവം ഹസ്ബൻഡാണ്. ചിരിക്കാനല്ല, പടച്ചോന്റെ ഖുർആൻ നമ്മുടെ വീടിനെ കാണിച്ചു തരികയാണ്. അള്ളാഹു പറയാൻ, എന്തുകൊണ്ടാണ് ചരന്തിയുടെ വീട് ദുർബലമായത്? ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, കൂടപ്പറപ്പുകൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട കുടുംബ വ്യവസ്ഥിതി ചലന്തിയുടേതാണ്. അതുകൊണ്ട് ദുർബലമായ വീട് ചലന്തിയുടെ വീടാ. ആ വീടുകളുടെ വലിപ്പമോ വിസ്തീർണമോ അല്ല, അതിന്റെ ഉള്ളിലുള്ളവരുടെ പരസ്പര വിശ്വാസം, സ്നേഹം, അതാണ് വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടുറപ്പ് എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദര, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയ പാതയുടെ ഇരുഭാഗത്തായി ധാരാളം കോൺക്രീറ്റ് സൗധങ്ങൾ കാണാം. ആ കോൺക്രീറ്റ് സൗധങ്ങൾ പലപ്പോഴും അത് ചലന്തിയുടെ വീട് പോലെ ദുർബലമാണ്. അല്ലാഹു പറയുകയാണ്, ഇത്തഖദതു ബൈതാ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്. ചലന്തിയുടെ വീടുകൾ പോലെ ദുർബലമായ വീടുകൾ. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. ലഹരിക്കടിമയായി മാതാവിനെ കഴുത്തറത്ത് കൊല്ലുന്ന മക്കളുടെ നാട്, ഭർത്താവിനെ വിഷം വെച്ച് കൊല്ലുന്ന ഭാര്യയുടെ നാട്, തന്റെ മക്കളെ പ്രസവിച്ച് തനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഭാര്യയെ കഴുത്തറത്ത് കൊല്ലുന്ന ഭർത്താക്കന്മാരുടെ നാട്, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളെ കുറിച്ച് പറയാ. ഒരു ശാസ്ത്രവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് സമയമുള്ളപ്പോ പിന്നീട് ഒരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇത്രമേൽ ദുർബലമായ, ഏത് സമയത്തും പൊട്ടി തകർന്നു പോകുന്ന ഒരു വീടും കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പരമാർത്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും മനോഹരമായൊരു പാഠം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. കാരണം എനിക്കതിനുള്ള ഒരു പാണ്ഡിത്യവുമില്ല. അറിവിന്റെ ഭാരാരിട്ടതകൾ തീണ്ടിയിട്ടില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അനന്ത സാഗരമാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹിരി ഫീ മദദി വ ഫൗക ജൗഹരി ഫിൽ ഹുസ്നി വൽ ഖിയമി. മൗലായ ഫലാ തുഅദ്ദു വലാ തുഹ്സാ ജായിബുഹാ വലാ തുസാമു അലൽ ഇഖ്താരി ബിസ്സമീ. അതിന്റെ അത്ഭുതങ്ങളുടെ കവാടം തുറന്നാൽ നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രപഞ്ച സിദ്ധാവായ പടച്ചറപ്പിന്റെ രഹസ്യങ്ങളുടെ കലവറയാണത്. അത് തുറക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജ്ഞാനം നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മുസമ്മിൽ മൗലവി വാക്കവിയാക്കിയിട്ടും ധാരാനിയായിട്ടും പിന്നെയും പഠിക്കുന്നിടണ്ട. ഇമാം റാസി പറഞ്ഞ വ്യാഖ്യാനമല്ല ഇമാം സാബി റഹിമഹുല്ലാഹ്. ഇമാം സാബി റഹിമഹുല്ലാഹ് പറഞ്ഞ വ്യാഖ്യാനമല്ല ഇബ്നു കസീറിന്റേത്. ഇബ്നു കസീർ പറഞ്ഞ വ്യാഖ്യാനമല്ല മഹാനായ ഇമാം ജമലിന്റേത്. ലഹാ മആനിൻ കമൗജിൽ ബഹരി. കടലിന്റെ തിരമാല പോലെയാണ് ഖുർആന്റെ വ്യാഖ്യാനം. ഒരു തിരമാല വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് വലുതെന്ന്. അടുത്തത് വരുന്നത് ഇതിനേക്കാൾ വലുതാണ്. അതിനടുത്തത് വന്നത് അതിനേക്കാൾ വലുതാണ്. പഠിക്കും തോറും വിശാലമാകുന്ന പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കലവറകളെ തുറന്നു തന്ന വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളായിട്ട് നിങ്ങൾ മാറണം. ഈ രണ്ടുപേരെ ഹാഫിള എന്ന് പഠിച്ച പറഞ്ഞാൽ അവര് ആസ്ട്രോണമി പഠിച്ചെന്നാണ്, അവര് ജോഗ്രഫി പഠിച്ചെന്നാണ്. പറയാറ്
വിട്ടുപോയതെന്ന് ഓർമ്മിപ്പിച്ചേക്കാം. സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. അതിന്റെ അർത്ഥം സൂര്യപ്രകാശത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ്. സഹോദര, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളത് എന്തിനാണ്? പ്രകാശത്തിനല്ലേ. ഒരു പ്രകാശ വേഗത എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ. ഒരൊറ്റ സെക്കൻഡിന്റെ ഉള്ളില് ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ. 2,99,792.5 കിലോമീറ്റർ 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗത സൂര്യപ്രകാശത്തിനാ. അതുകൊണ്ടാണ് വശംസി വളുഹാ, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. 1 സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ, ഏകദേശം 1 സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ താടുന്ന സൂര്യപ്രകാശം അതേ വേഗതയിൽ വന്നാൽ 14 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഈ ഭൂമിയിലെത്തുകയുള്ളൂ എന്നാ. അപ്പൊ എവിടെ നിന്നാണ് ഈ പ്രകാശം വരുന്നത്? അത് 1-ാം ആകാശത്തിന്റെ കണക്കാണ്. അതിനപ്പുറത്തേക്ക് 2-ാം ആകാശവും 3-ാം ആകാശവും 4-ാം ആകാശവും കടന്നുപോയിട്ടില്ല. അത് കടന്നുപോയ എല്ലാ ആകാശങ്ങളും കടന്നുപോയ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ്? അർദ്ധരാത്രിയുടെ പാതിരാ സമയത്ത് അതിശീഘ്ര ദ്രുതഗമന വാഹനമായ ബുറാക്കിൽ കയറി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് കാബ കൗസൈനിയും കടന്ന് ഇന്ദ സിദ്റത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ഒരു വസ്തു പരമാവധി എവിടം വരെ പോകുമോ അതിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ. അത് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ടേ വരൂ. ആ സിദ്റത്തുൽ മുന്തഹ താണ്ടിയ ഒരേ ഒരാളേ ഉള്ളൂ. അത് ബുറാക്കിൽ കയറി പോയ നബി മുഹമ്മദ് മുസ്തഫ സാഹിബുൽ ബുറാഖി വ റഫറഫിൽ ഇലാ റസൂലുള്ളാഹ് സലവാത്തുൻ തഹിയാത്തുൻ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച ഒരേ ഒരു കാര്യം, ലോകത്തിലെ ഖുർആൻ പറഞ്ഞ ഒരു വിശ്വാസിയോട് ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പറഞ്ഞ് ഞാനിതിനെ അവസാനിപ്പിക്കട്ടെ. ലോകത്തിലെ ഒരു ഡയറക്ടറും ഒരു സംവിധായകനും താൻ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ എന്നെ ശ്രദ്ധിക്ക്, ഒരൊറ്റ മനുഷ്യനും അയാൾ ഉണ്ടാക്കിയ സാധനം മോശമാണെന്ന് പറയില്ല. പറയോ? ആരേലും പറയോ? ഉണ്ടാക്കിയ ഡയറക്ടർ തന്നെ ഈ സാധനം മോശമാണ്. ആരേലും പറയോ? ഗംഗാജലത്തിൽ നിർമ്മിച്ച സോപ്പ്, ജലത്തിൽ എങ്ങനെയാടാ സോപ്പ് ഉണ്ടാക്കുന്നത്? പരസ്യം നിയമാനുസൃതമായി നുണപ്രചരണമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സാധനം ഉണ്ടാക്കിയാലും ആള് പറയും ഈ സാധനം ഉണ്ടാക്കിയ ഡയറക്ടർ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പറയും മോശമാണ്. ഇന്നേ വരെങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ട്. ഈ കസേര ഉണ്ടാക്കിയ ആള് പറയും 4 പേരിരുന്നാലും പൊട്ടൂല, അപ്പം വേണേ നമ്മൾ മുമ്പ് ചെറിഞ്ഞു കാണിക്കും. ഇത് പൊട്ടുന്ന ഏതെങ്കിലും ഒരാള് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത് മോശമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ ഒരു ചരിത്ര ലോകത്തുണ്ടായിട്ടില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് മോശമെന്ന് ആരും പറയില്ല. ഇപ്പൊ ഞാൻ ഈ തൊപ്പി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. അപ്പൊ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഈ തൊപ്പി ഇത് മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ്, ഇത് അലിഫിന്റെ തൊപ്പിയാണ്. ഇയാൾ ഇതിന്റെ ഫലായിൽ പറയാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് 54 ഇഞ്ചാണ്, ആക്കവി നിങ്ങൾക്ക് വെച്ചാൽ നന്നാവും. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ തലയിൽ അങ്ങോട്ട് വെച്ചു. നിങ്ങൾ വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കി എന്ത് മൊഞ്ചാ നിങ്ങളെ കാണാൻ. ഈ തൊപ്പി തലയിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് കാണാൻ. ഞാൻ ഒരു കുഴപ്പമില്ല, അത്രയും ഭാഗത്ത് വൃത്തിയോട് മാറി. ഇത് മറിച്ചാ പിന്നെ ഇത്രയും ഭാഗത്ത് അവനോട് അങ്ങനെയൊന്നുമല്ല, ഇത് നല്ലതാണ്, ഇത് പിന്നെ ഇത് വകത് പറയുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നിങ്ങൾ പ്രസംഗിക്കുമ്പം ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പൊ അത് പോകാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ ഹോള് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇയാൾ ബലായിരി ഇത് ഉണ്ടാക്കിയ ആളേക്കാൾ ബലായിരി സെയിൽസ്മാൻ പറയാൻ തുടങ്ങി. അതിനകത്ത് ഹോള് വിട്ടിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല മഴക്കാലത്ത് വയലിൽ മീനെ പിടിക്കണമെങ്കിൽ അതും പിടിക്കാം, വലിയ മീഹാരി ബൂഹറ എന്ന് ഇയാള് ഈ സാധനത്തെ കുറിച്ച് ഇത് ഏറ്റവും നല്ല സാധനമാണെന്ന് പറഞ്ഞു.
ആ സെയിൽസ്മാൻ ലോകത്താരേലും പറയോ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു സാധനം മോശമാണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു സാധനത്തെ കുറിച്ചാ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ഈ ആകാശത്തെയും ഭൂമിയെയും ഭുവനത്തെയും ഈ ഭൂമിയെയും ഈ ഭുവനത്തെയും ഗഗനത്തെയും ചന്ദ്രനെയും സൂര്യനെയും തരുക്കളെയും താരകങ്ങളെയും കടലിനെയും കരടിയെയും എന്ന് വേണ്ട, ലോകത്തുള്ള സകലമാന വസ്തുക്കളെ കിഴക്കുതിക്കുന്ന സൂര്യനെയും രാത്രിയിൽ പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെയും എല്ലാം ഒരുക്കി വെച്ച്, ഈ സസ്യങ്ങളെയും ഈ പച്ചപ്പിനെയും എല്ലാം ഒരുക്കി വെച്ച് ഈ ദുനിയാവിനെ മനോഹരമായി സംവിധാനിച്ചിട്ട് അതിന്റെ സംവിധായകൻ പറയാ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഈ ദുനിയാവ് നശിച്ചു പോകുന്ന സാധനമാണ്. ഞാനീ നിർമ്മിച്ച ഈ മനോഹരമായ നിർമ്മിതി ഇതേത് സമയത്ത് നശിച്ചു പോകുന്നതാ. വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നു ശേഷിക്കുന്നത് അല്ലാഹുവിന്റെ ആഖിറമാണ്. വിശുദ്ധമായ ഖുർആനിലുടനീളം അല്ലാഹു നമ്മളോട് പറഞ്ഞത് ഈ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവ് ഏത് സമയത്ത് നശിച്ചു പോകുന്നതാണ്. നിർമ്മിച്ച ആള് തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രൊഡക്റ്റ് ഈ ദുനിയാവാണ്. ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ ജീവിക്കരുത്. വരാനിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് പോകാനുണ്ട്. ദുനിയാക്കേ മുസാഫിർ मंजिल तेरी कब्र है, दुनिया में कई सरगना लाखों करोड़ आए, बाकी रहा न कोई मिट्टी से सो रही है. മണ്ണിൽ പോയിട്ട് സുഖിക്കാനുള്ളവരാണ് നാം. എന്റെ പ്രിയപ്പെട്ട അഭിനവകാല ചെറുപ്പക്കാരോട്, സോഷ്യൽ മീഡിയയിലെ പേക്കൂത്തുകളിൽ അഭിരമിക്കുന്നവരോട്, പാതിരാ സമയത്തിലെ ഗായകരുടെ ഈരടി കേട്ടിട്ട് തുള്ളിച്ചാടുന്നവരോട്, ദാവൂദ് നബിയുടെ സംഗീതം കേൾക്കണ്ടേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണ്ടേ. ഏത് സമയത്ത് നശിച്ചു പോകുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അതെപ്പോഴാണ് തിരിച്ചു പോകേണ്ടതെന്ന് നമുക്കറിയില്ല. ഏത് സമയത്താണ് ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതെന്നറിയില്ല. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദവാബഹു വൽ മുശ്തരി. ഹലക്കൽ മുദാവി, ചികിത്സിച്ച ഡോക്ടർ മരിച്ചുപോയി. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളുടെ ക്യാൻസർ കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കിയ ആ വൈദ്യൻ മരിച്ചുപോയത് ക്യാൻസർ വന്നിട്ടാണ്. വൽ മുദാവാ, ചികിത്സിച്ച രോഗിയും മരണം കണ്ടു. അല്ലതേ ജലബദ്ധവാ, ആ ഡോക്ടർ അറ്റാക്ക് വരാതിരിക്കാൻ ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നും കൊണ്ടുവന്ന സെയിൽസ്മാന്, അയാൾ വന്ന ബൈക്ക് ഇടിച്ചിട്ട് വഴിയരികിൽ മരിച്ചുപോയി. ആളുകൾ നോക്കിയപ്പോ ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ള മരുന്ന് അയാൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. സഹോദരാ സഹോദരി, ബാഹുവൽ മുസ്തരി, ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമ അറ്റാക്ക് വന്ന് മരിച്ചു. അറ്റാക്ക് വരാതിരിക്കാനുള്ള ഗുളിക കയ്യെത്തുന്ന ദൂരത്ത് അയാളുടെ അലമാരയിലിരിക്കുന്നുണ്ട്. അതൊന്നെടുത്ത് കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വൽ മുസ്തരി, വാങ്ങാൻ വന്നവനും വിൽക്കാൻ വന്നവനും മരിച്ചുപോയ ലോകമാണിത്. എല്ലാവരും, ഒരാളും ഈ ലോകത്ത് നിലനിൽക്കാത്ത ലോകമാണത്. ആഖിറത്തിന്റെ സൗന്ദര്യത്തെ കാണ്, ദുനിയാവിന്റെ സൗന്ദര്യത്തെ കാണരുത്. ആഖിറത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഖുർആൻ എന്ന കണ്ണുകൊണ്ട് നമ്മൾ കാണണം. കറുകറുത്ത ലൈലയെ പ്രേമിച്ചപ്പം മജ്നൂനോട് ചോദിച്ചുവല്ലോ, ഈ ലൈലയ്ക്ക് എന്ത് സൗന്ദര്യം കണ്ടിട്ടാണ് നിങ്ങൾ പ്രേമിക്കുന്നതെന്ന്. കൈഫാ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാബ മാ തഖറത്ഹാ ബിൽ മദാമി. ലൈലയുടെ സൗന്ദര്യം കാണണമെങ്കിലും മജ്നൂന്റെ കണ്ണുകൊണ്ട് നോക്കണം. നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ലൈലയുടെ സൗന്ദര്യം കാണില്ല. ആഖിറത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഖുർആന്റെ കണ്ണിലൂടെ കാണണം. അതുകൊണ്ട് സഹോദരാ, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്ര നമ്മൾ പോകാനുണ്ട്. ഇന്ന് കടുവിനാക്കി വഹദ് പറയാൻ വേണ്ടി പോരുമ്പോ, കടുവിനാലില് വയല് പറയാൻ വേണ്ടി ഞാൻ ഇറങ്ങുമ്പോ, എന്റെ
ബാഗ് എടുത്തിട്ട് ഞാൻ അകത്തോട്ട് വെക്കുമ്പോ എന്റെ 12 വയസ്സുകാരി പൊന്നുമോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എപ്പ തിരിച്ചു വരും? ഇന്ന് തന്നെ വരില്ലേ? അവക്കറിയാൻ ചെറിയ ബാഗാണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ, ഒരത്യാവശ്യം വന്നാലും മാറ്റാനേ ഉള്ളൂ. അതല്ല വലിയ ബാഗാണെങ്കിൽ വാപ്പ 7 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരാറുള്ളൂ. ഞാൻ അവളോടും മഗ്‌രിബ് കഴിഞ്ഞ് വാത് തുടങ്ങും. അങ്ങനെയാണ് ഉസൈ സാഹിബ് എന്നെ പറഞ്ഞു പറ്റിച്ചത്. അതുകൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങും. 9 മണിക്ക് നിർത്തിയിട്ട് വാപ്പയുടെ പൊന്നുമോൾ ഉറങ്ങുന്നതിന് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്റെ പൊന്നുമോൾ എന്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഉറങ്ങാതെ. സഹോദര സഹോദരി, ഞാൻ എങ്ങാനും തിരിച്ചു വീട്ടിലെത്തുമ്പോ അഹമ്മദ് കബീറിന്റെ തണുത്തുറഞ്ഞ ശരീരമാണ് വീടിന്റെ ഉമ്മറപ്പടിയിലെത്തുന്നതെങ്കിൽ കാത്തിരുന്ന പൊന്നുമോളന്റെ കാത്തിരുന്നവരുടെ മുമ്പിൽ എന്റെ മയ്യത്താണ് എത്തുന്നതെങ്കിൽ ഏതു പാതിരാത്രി എത്തിയാലും എവിടെ എത്തി അലാറം വെച്ചെഴുന്നേറ്റ് വിളിച്ച് വീടിന്റെ വാതിൽക്കൽ എന്റെ മുഖം കാണുന്നത് വരെ ഞെട്ടിയുണർന്നെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ പൊന്നുമക്കൾ അവരുടെ മുമ്പിൽ തണുത്തുറഞ്ഞ മയ്യത്താണ് എത്തുന്നതെങ്കിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിരത്തിയിട്ടിരിക്കുന്ന എന്റെ മുമ്പിൽ ആ കുഞ്ഞുങ്ങൾ വന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കില്ലേ, കണ്ണു പറക്കുപ്പാ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്നു നീ കിടക്കുന്നേ. എന്റെ പൊന്നുമോൾ എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, മോളെ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരാൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറ്റവും വന്ന് 2 ലക്ഷം അക്ഷരങ്ങൾ പറയുമെന്നാണ്. ഒരു ദിവസം 2 ലക്ഷം അക്ഷരം പറഞ്ഞ എന്റെ ഈ നാക്ക് അനങ്ങുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവൾ വന്നിട്ട് എവിടെ പോയാലും പറയാതെ പോവാത്ത മനുഷ്യ എന്നോട് പറയാതെ നിങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ച് അവൾ എന്നെ നെഞ്ചത്തടിക്കുമ്പോ എനിക്ക് അവളോട് പറയണമെന്നുണ്ട്, മോളെ വിഷമിക്കണ്ട വിഷമിക്കണ്ട. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. നിന്റെ വാപ്പാക്ക് 2 സ്വർഗമുണ്ടെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ നാവനങ്ങുന്നില്ലല്ലോ. അവിടെ നിന്ന് 6 മണ്ണിലേക്ക് എന്റെ ശരീരത്തെ കൊണ്ടുപോയി വെക്കുമ്പോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി വീരുന്നൊരു നേരമുണ്ട്. വീട്ടിലെ മെത്തയും വിട്ടു വിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ മറമാടും കബർ ബഹുജോറിലെ മറമാടും. വീട്ടിലെ മെത്തയും വിട്ടു വിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ഇന്നെന്റെ എല്ലാം ഞാൻ എന്റെ സൗകര്യത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകളുമ്പോൾ ക്ഷീണം തോന്നാത്ത വാഹനം എനിക്കുണ്ട്. ഒരല്പം കൂടി മുമ്പോട്ട് പോയപ്പോ എന്റെ കൂടെ ജീവിതത്തിൽ എന്നെ സഹായിക്കാനും ഒരു സഹായത്തിന് വേണ്ടി എന്റെ ശിഷ്യനെ തന്നെ ആദ്യഭക്താന് കൂടെയുണ്ട്. 24 മണിക്കൂർ നിഴല് പോലെ എന്റെ ഡ്രൈവറായി അല്ല, എന്റെ സഹയാത്രികനായി, എന്റെ കൂടപ്പിറപ്പിനെ പോലെ എന്റെ ഭാര്യ സഹോദരനുണ്ട്. ഏത് സമയത്തും അവരെന്റെ കൂടെ നിഴല് പോലെയുണ്ട്. പക്ഷേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കാരാളി ഓണം പള്ളിയുടെ 6 മണ്ണിലോട്ട് ഇറക്കുമ്പോ കാത്തു സൂക്ഷിച്ച ശരീരത്തിലേക്കും മണ്ണ് വാരിയിടുന്നതും അവര് തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്തായപ്പോ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ടല്ലോ അനസ് റളിയല്ലാഹു അൻഹുവിനോട്, അനസേ അത്താബത്ത് അംഫുസുക്കും മൻ തഖ്തു വല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. എന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് എങ്ങനെ നിങ്ങൾ മണ്ണിട്ടു അനസേ? ആ ശരീരത്തിലും മണ്ണുമാരിയിട്ടാലും കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നവരല്ലേ നമ്മള്. ആ ശരീരത്തിലെ കമ്പ് വന്നപ്പോഴല്ലേ തൽഹത്ത് ബിൻ ഉബൈദ നെഞ്ചിരത് പിടിച്ചു വാങ്ങിച്ചു. ആ ശരീരത്തിന് മുള്ളുകൊള്ളാതിരിക്കാനല്ലേ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറിയത്. ആ ശരീരത്തിലേക്ക് എങ്ങനെ മണ്ണുമാരിയിട്ട് അനസേ? എല്ലാം
അടക്കി വെച്ചിട്ട് മൂടുപലക വെച്ച് മണ്ണിട്ട് മൂടി മൈലാഞ്ചി ചെടി അടയാളം വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആരും നമ്മുടെ കൂടെയില്ല, ഒരാളും നമ്മുടെ കൂടെയില്ല. സഹോദരാ, കൂടെ വരാൻ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മത്താഉ ദുനിയാ ഖലീൽ.